മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ അഞ്ജലിയിൽ കൊണ്ടുവിട്ടിട്ട് പോവുകയാണ് സ്റ്റാൻലി. അലീന എൽസമ്മയെയും എൽസമ്മയുടെ അഴുകിയ റൂമും വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് എൽസമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. എൽസമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉറച്ച തീരുമാനമെടുത്ത് തിരികെ വീട്ടിലെത്തിയ അലീനയോട് റീത്താമ്മയും സഹോദരങ്ങളും വഴക്കുണ്ടാക്കുകയാണ്. എൽസമ്മയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുവാൻ തീരുമാനമെടുത്തു എന്നും അവർ അലീനയെ അറിയിച്ചു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അലീന ഒരു പിന്തുണ പ്രതീക്ഷിച്ച് കുട്ടികളെ നോക്കി. ടാനിയ മറുപക്ഷത്താണെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവൾ ചോദിച്ചു, മോളെ, മമ്മിയെ വല്ലയിടത്തും കൊണ്ടുപോയി തള്ളിക്കളയുന്നതാണ് നല്ലതെന്നാണോ നിന്റെ അഭിപ്രായം? ടാനിയ റീത്താമ്മയെ നോക്കി. ഞങ്ങളെ നോക്കണ്ട, നീ പ്രായപൂർത്തി വന്നവളാ. അവനവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഞങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് വരുത്തണ്ട. ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിൽ നിങ്ങൾ അങ്ങനെ കൈകഴുകി മാറി നിൽക്കുകയൊന്നും വേണ്ട റീത്തമ്മയാൻറ്റി, അലീന ചോദിച്ചു. ഈ കുട്ടികൾ എന്തു മറുപടി പറഞ്ഞാലും അത് നിങ്ങളുടെ പ്രേരണ കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ബാക്കിയുള്ളവരെന്താ, വെറും വിഡ്ഢികളാണോ? ദേ, നീ ഇവിടെ കിടന്ന് ഒരുപാട് പ്രസംഗിക്കണ്ട. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടാ മതി, ഏലിയാസ് താക്കീത് നൽകി. ഞങ്ങളുടെ മമ്മിയെ നോക്കാനാണെന്ന് പറഞ്ഞ് ആരും ഇവിടെ വന്ന് നിൽക്കണ്ട. എനിക്കിഷ്ടമല്ല, ടാനിയ പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത സഹായവും ബന്ധവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. മമ്മിയുടെ കാര്യം റീത്താമ്മ ആൻറ്റിയും ഞങ്ങളുടെ അങ്കിൾമാരും കൂടി നോക്കിക്കൊള്ളൂ. അവർ പറഞ്ഞത് നീ കേട്ടില്ലേ മോളെ? ഏതോ ഒരു വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയി തള്ളാൻ പോവാണെന്ന്. വൃദ്ധസ്ഥാനത്തിലല്ല, ചിലപ്പം ഓർഫനേജിലായിരിക്കും. നിനക്കെന്താ നഷ്ടം? സാമുവൽ ചോദിച്ചു. ഓർഫൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഞാനൊരു ഓർഫനേജിൽ 23 വർഷം ജീവിച്ചവളാ, നെഞ്ചിൽ തൊട്ടുകൊണ്ട് അലീന പറഞ്ഞു. എനിക്കറിയാം അതിന്റെ അർത്ഥം. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെന്നോ സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരെന്നോ അല്ല, ബന്ധുക്കളായി ആരുമില്ലാത്തവർ. എൽസമ്മ ആൻറ്റിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭർത്താവിന്റെ ബന്ധുക്കളുണ്ട്, ആങ്ങളമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ടുചെന്ന് തള്ളാനുള്ള സ്ഥലമല്ല ഓർഫനേജുകൾ. ഞങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യും, ഏലിയാസ് പറഞ്ഞു. അപ്പോൾ അലീന ടാനിയുടെ മുഖത്തേക്ക് നോക്കി. മോളെ, 24 മണിക്കൂറും ശ്രദ്ധ വെച്ച് അത്ര സൂക്ഷ്മതയോടെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മമ്മിക്ക് ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ പറ്റില്ല. മമ്മിയെ നോക്കാൻ ആളുള്ളിടത്തേക്കാ കൊണ്ടുപോകുന്നത്, ടാനിയ പറഞ്ഞു. ആര് നോക്കും? ഭക്ഷണവും മരുന്നും മാത്രം കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ ആര് ചെയ്യും? സ്വന്തം മക്കളായി നിങ്ങൾ പോലും ചെയ്യാൻ തയ്യാറല്ല, പിന്നെയാണോ മറ്റുള്ളവര്? നീ മമ്മിയുടെ പുറം കണ്ടായിരുന്നോ? എവിടെ കൊണ്ടുപോയാലും നിന്റെ മമ്മി രക്ഷപ്പെടില്ല, അതൊരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും, അലീന വാദിച്ചു. ഞങ്ങൾക്കിത് പുതിയ അറിവൊന്നുമല്ല. 4 ദിവസം മുൻപ് ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞതാ. ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് റീത്താമ്മ വെളിപ്പെടുത്തി. ഡോക്ടർ വെറുതെ പറഞ്ഞതല്ല, നിങ്ങളുടെ അനുജത്തിയെ നിങ്ങൾ രക്ഷിക്കുന്ന രീതി കണ്ടപ്പം ഡോക്ടർക്ക് മനസ്സിലായി, അലീന പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടപ്പിറപ്പാ, ആ ദണ്ണം വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, റീത്താമ്മ പറഞ്ഞു. ശരി, നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് വിട്ടുതാ. എന്നിട്ട് വേണം നിനക്കും സ്റ്റാൻലിക്കും പറഞ്ഞുകൊണ്ട് നടക്കാൻ. എൽസമ്മയുടെ അവസാന കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്നപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതേതായാലും വേണ്ട. മോളെ, നിങ്ങൾ പറയ്, മമ്മി ഇങ്ങനെ കിടന്ന് മരിച്ചു പോട്ടെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അലീന ടാനിയോട് ചോദിച്ചു. മരിച്ചു പോണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. മമ്മിയുടെ കാര്യത്തിൽ ചെയ്യാനുള്ളതൊക്കെ റീത്താമാൻറ്റി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതും റീത്താമാൻറ്റി തന്നെ ചെയ്തോളും. ടാനിയയോട് ഇനിയും സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അലീനയ്ക്ക് തോന്നി. മോനെ ടോജോ, ഞാനിവിടെ താമസിച്ച് നിന്റെ മമ്മിയെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അലീന ചോദിച്ചു. എനിക്കറിയത്തില്ല, എന്നോടൊന്നും ചോദിക്കണ്ട, അവൻ ഭിത്തിയിലൂടെ പോകുന്ന ഉറുമ്പിനെ ഞെരടിക്കൊണ്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു. നീ അറിയണമല്ലോ, 10-15 വയസ്സായില്ലേ നിനക്ക്? ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുമായി സംസാരിച്ചപ്പം നീയും ഉണ്ടായിരുന്നില്ലേ എൻ്റെ കൂടെ? അവനൊന്നും മിണ്ടാതെ വരിവരിയായി പോകുന്ന ഉറുമ്പുകളുടെ മേൽ ചൂണ്ടുവിരലമർത്തി ഞെരടിക്കൊണ്ട് നിന്നു. അപ്പോൾ ഏലിയാസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. കേട്ടല്ലോ, അവന് പറയാനുള്ള അഭിപ്രായം അവൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി അവനെ നിർബന്ധിക്കണ്ട. അപ്പോൾ അലീന ടെൽസിയെ നോക്കി. മോളെ, ഞാനിവിടെ താമസിച്ച് നിന്റെ മമ്മിയെ നോക്കണോ അതോ
ഇവരെല്ലാം പറയുന്ന പോലെ മമ്മിയെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കല്ലണോ? അലീന ചോദിച്ചു. ചേച്ചി ഇവിടെ താമസിച്ചോ, എനിക്കിഷ്ട, ടെൽസ സന്തോഷത്തോടെ പറഞ്ഞു. കൊള്ളാം, അത് തീരുമാനിക്കാൻ പറ്റിയ പ്രായവും പക്വതയുമുള്ള ഒരു പെണ്ണ്, അച്ഛൻ കുഞ്ഞ് പരിഹസിച്ചു. ഇവൾക്ക് പ്രായവും പക്വതയും കുറവാണെങ്കിലും നിങ്ങളുടെ അത്രയും കാപട്യമില്ലല്ലോ അവളുടെ മനസ്സിൽ. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. ആ കിടക്കുന്ന മിണ്ടാപ്രാണിക്ക് കൈയും കാലും അനക്കാൻ വയ്യെന്നേ ഉള്ളൂ. ചെവി കേൾക്കാം, ബുദ്ധിക്കും കേടില്ല. സംസാരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ സമ്മതിക്കുമോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോവാൻ? നീ അവളെ ശുശ്രൂഷിക്കുന്നതിലും അവൾക്ക് തൃപ്തി അതുതന്നെയാ, അതെനിക്ക് തീർച്ചയുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അവളെ തള്ളിക്കളയാനല്ല കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടെ പോയി അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കും, റീത്താമ്മ പറഞ്ഞു. നിങ്ങൾ എന്തന്വേഷിക്കാനാ ഇടയ്ക്കിടയ്ക്ക് പോകുന്നേ? അനുജത്തി ചത്തോന്ന് അല്ലേ? ഇവിടെ നിങ്ങളുടെ മൂക്കിന് കീഴെ കിടക്കുമ്പോൾ കൊടുക്കാത്ത കെയറിംഗ് ആണ് ഇനി വല്ലയിടത്തും കൊണ്ടുപോയിട്ടിട്ട് കൂടെ കൂടെ ചെന്ന് നിങ്ങൾ കൊടുക്കാൻ പോണത്. ആശുപത്രിയിൽ നിന്ന് വന്നപ്പം മുതൽ നേരാവണ്ണം നോക്കിയിരുന്നെങ്കിൽ അവരിപ്പം എഴുന്നേറ്റ് നടന്നേനെ, അലീന രോഷം പൂണ്ടു. വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് ചെകിടി ഞാൻ പൊളിക്കും. അച്ഛൻ കുഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് അലീനയുടെ മുൻപിലേക്ക് ചെന്നു. അപ്പോഴേക്കും റീത്താമ്മ ഇടപെട്ടു. വേണ്ട ഇച്ചായ, അവള് വിവരമില്ലാത്ത വഴതും പറയുന്നതിന് നമ്മളെന്തിനാ മറുപടി കൊടുക്കുന്നേ? അല്ലടി, അവള് പറഞ്ഞത് കേട്ടില്ലേ? എൽസമ്മയ്ക്ക് ഇങ്ങനെ വന്നത് നമ്മുടെ കുറ്റമാണോ? എന്നിട്ട് നമ്മളേതാണ്ട് ചെയ്ത പോലെ. അച്ഛൻ കുഞ്ഞ് അമർഷത്തോടെ മുരണ്ടു. നാളെ രാവിലെ തന്നെ വണ്ടി വിളിച്ചോണ്ട് വന്ന് അവളെ കയറ്റിക്കൊണ്ട് പോകണം. ആരാ തടയുന്നത് എന്ന് നമുക്കൊന്ന് കാണാലോ. എൽസമ്മ ആൻറ്റി ഇനി എവിടെയെങ്കിലും കിടന്ന് മരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. അവരുടെ പേരിലുള്ള ചിട്ടിയും ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും എല്ലാം സ്വന്തം പേരിലേക്ക് കിട്ടത്തക്ക വിധത്തിലാണല്ലോ നോമിനിയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മക്കള് പ്രായം എത്തുമ്പം നിങ്ങളോട് ചോദിക്കും, അത് മറക്കണ്ട. റീത്തമ്മ ഓർക്കാപ്പുറത്ത് ഒരടി കിട്ടിയ പോലെ നിന്നുപോയി. അലീന പറഞ്ഞത് നിഷേധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഞാനേതായാലും ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ തന്നെ നിശ്ചയിച്ചു. എൽസമ്മ ആൻറ്റിയെ ഇവിടുന്ന് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും, അലീന തിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പനും അമ്മയും നോക്കാനില്ലാത്ത ഈ കുട്ടികൾക്ക് ഒരു കൂട്ട് വേണമല്ലോ. ഇന്നൊരു ദിവസം വേണമെങ്കിൽ ഇവിടെ കിടന്നോ, നാളെ നിനക്കിവിടെ താമസിക്കേണ്ടി വരില്ല, ഏലിയാസ് ഭീഷണിപ്പെടുത്തി. അലീന പിന്തിരിഞ്ഞതോടെ റീത്താമ്മയും ആങ്ങളമാരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർ റീത്താമ്മയുടെ വീട്ടിൽ സമ്മേളിച്ചു. ബൈജു വാട്ടർ ബെഡുമായി എത്തിയപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. അവന്റെ കൂടി സഹായത്തോടെ അലീന പിൻമുറ്റത്ത് കഴുകിയിട്ടിരുന്ന കട്ടിൽ പിടിച്ച് എൽസമ്മയുടെ മുറിയിലിട്ടു. വാട്ടർ ബെഡിൽ വെള്ളം നിറച്ച് കട്ടിൽ വിരിച്ചു. എൽസമ്മയെ എടുത്ത് അതിനു മീതെ കിടത്തുകയും ചെയ്തു. കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ബൈജു ബാക്കി രൂപ അലീനയെ ഏൽപ്പിച്ചു. പുനലൂരില്ലായിരുന്നു വാട്ടർ ബെഡ്, കൊട്ടാരക്കര ചെന്ന മേടിച്ചത്. ബില്ല് കൂടി അവളെ ഏൽപ്പിച്ചിട്ട് ബൈജു പറഞ്ഞു. അലീന 100 രൂപ അവന്റെ നേർക്ക് നീട്ടി. പക്ഷേ ബൈജു അത് വാങ്ങാൻ വിസമ്മതിച്ചു. ഇത് വച്ചോ ബൈജു, ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചില്ലേ? അതിനല്ലേ എനിക്ക് ശമ്പളം തരുന്നത്. പപ്പ ഇടയ്ക്ക് ടിപ്പൊക്കെ തരാറുണ്ടല്ലോ. അതുപോലെയല്ല, എനിക്കിത് വാങ്ങിക്കാൻ പറ്റത്തില്ല. പപ്പയുടെ പൈസ തന്നെയാണ് ഇതും. എനിക്ക് വേണ്ട. ചേച്ചി എന്നോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പം ഒത്തിരി സന്തോഷത്തോടെയാ ഞാനത് ചെയ്തു തരുന്നേ. എന്നെയും ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണുന്നത് കൊണ്ടാ ആ സന്തോഷം, അതില്ലാതാക്കണ്ട. ബൈജു കാറിന്റെ താക്കോൽ അവളെ ഏൽപ്പിച്ചിട്ട് ഗേറ്റിന് നിരക്ക് നടന്നു. അലീനയും പിന്നാലെ ചെന്നു. ഗേറ്റ് കടന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, എനിക്ക് അരമണിക്കൂർ മതിയല്ലോ ഇവിടെ എത്താൻ. പോട്ടെ. അവൻ നടന്നുപോയി. അലീന നിർനിമേഷയായി നോക്കി നിന്നു. പപ്പയെ പറ്റിച്ച് പൈസ വെട്ടിച്ച് മദ്യപാനവും ചീട്ടുകളിയുമൊക്കെ നടന്ന ചെക്കനാണ്. ഒരല്പം പരിഗണനയും സ്നേഹവും മാത്രമേ അവന് വേണ്ടിയിരുന്നുള്ളൂ. അലീന തിരിച്ച് എൽസമ്മയുടെ മുറിയിലെത്തി. മുറി ശുചിത്വമുള്ളതായിരുന്നു. അലീന 2 ചന്ദനത്തിരി കൂടി കത്തിച്ചതോടെ വായുവിൽ പരിമളം കലർന്നു. അലീന ടോജയെ കൊണ്ട് ടൈഗർ ബാമിന്റെ ചെറിയ ബോട്ടിൽ തപ്പിയെടുപ്പിച്ചു. അതുമായി എൽസമ്മയുടെ കിടക്കയ്ക്ക് സമീപം ഒരു കസേരയിട്ടിരുന്നു. എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആശ്വാസത്തോടെയാണ് കിടപ്പ് എന്ന് മനസ്സിലായി. വാട്ടർ ബെഡിന്റെ നേരിയ തണുപ്പ് പഴുത്തു വ്രണങ്ങൾ പൊട്ടിയ പുറത്തിന് അല്പം സുഖം പകരുന്നുണ്ടാവാം. അലീന ടൈഗർ ബാം വിരലിൽ തോണ്ടിയെടുത്ത് എൽസമ്മയുടെ നെറ്റിയിൽ പുരട്ടി സാവധാനം തടവിക്കൊടുത്തു. എൽസമ്മ അവളുടെ നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു, നിർജീവമായ നോട്ടം. പേടിക്കണ്ട കേട്ടോ, അവൾ അലിവോടെ പറഞ്ഞു. കൊണ്ടുപോകാൻ ആര് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, അത് റീത്താമാൻറ്റി ആയാലും മരണമായാലും. രാത്രി അലീന പപ്പയെ ഫോണിൽ വിളിച്ച് പുതിയ സംഭവ വികാസങ്ങൾ ധരിപ്പിച്ചു. എല്ലാം കേട്ടിട്ടും പപ്പ മിണ്ടാതിരിക്കുന്നത് അവളെ ചുണ്ടി പിടിപ്പിച്ചു. ഒന്നും പറയാനില്ലേ പപ്പയ്ക്ക്? ഞാൻ ഇനിയും അവരോട് ഗുസ്തി പിടിക്കാൻ വരണോ? വേണ്ട, ഞാൻ അവരോട് ഗുസ്തി പിടിക്കാം.
പപ്പ എന്നെ ആശുപത്രിയിലോട്ട് എടുക്കാൻ വേണ്ടി വന്നാൽ മതി. അവിടുന്ന് കൊണ്ടുപോകുന്നതാ എൽസമ്മയ്ക്കും താല്പര്യമെങ്കിൽ കൊണ്ടുപോട്ടെ. ഓരോരുത്തർക്ക് ഓരോ തലവരിയുണ്ട്, അത് തിരുത്താൻ പറ്റുന്നതല്ല, സ്റ്റാൻലി പറഞ്ഞു. എന്നാൽ എനിക്കും കാണും ഒരു തലയിലെഴുത്ത്. അഞ്ജലിയിൽ വന്ന് കുറേ മുട്ടാളന്മാരുമായി അടിപിടിയുണ്ടാക്കി വീരസ്വർഗം പ്രാപിക്കാമെന്ന്. പാപ്പായുടെ ഇഷ്ടം പോലെ ചെയ്തോ. നിനക്കെന്താ ദേഷ്യം? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ മര്യാദക്ക് കിടന്ന നീ അവിടെ ചെന്ന് വേണ്ടാത്ത വയ്യാവലിയൊക്കെ തലയേക്കറ്റി വെച്ചിട്ട് ഇപ്പം എനിക്കാണോ കുറ്റം? വേണ്ടാത്ത വയ്യാവലിയാണോ പപ്പയുടെ ഭാര്യയും മക്കളും? എന്നാ എന്നെ കൂടി ആ കൂട്ടത്തിൽ പെടുത്തിക്കോ. ചേച്ചിയും ആങ്ങളമാരും പറയുന്നത് പോലെയാ അവൾ ഇത്രയും കാലം ജീവിച്ചത്. പപ്പ വിട്ടുകൊടുത്തിട്ടല്ലേ? അലീന, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇന്നലെ വന്ന് നിനക്ക് എന്തറിയാം? എനിക്കിപ്പം ഇത്രയേ അറിയൂ. എൽസമ്മ ആൻറ്റിയെ അവരിവിടുന്ന് മറ്റെവിടെ കൊണ്ടുപോയാലും 1-2 മാസത്തിനുള്ളിൽ സംഗതി കഴിഞ്ഞു കിട്ടും. റീത്താമ്മ ആൻറ്റി ഇതുവരെ ചെയ്ത പോലെ കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റും. ഈ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടാകും. റീത്താമ്മ ആൻറ്റി ഇവരെ വെച്ച് പിന്നെയും പപ്പയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. കിട്ടാൻ അർഹതയുള്ള സ്നേഹമോ വിദ്യാഭ്യാസമോ സുരക്ഷിതത്വമോ സ്വത്തോ ഒന്നും കിട്ടാതെ ഈ കുട്ടികളുടെ ജീവിതം നശിച്ചു പോകും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നാളെ രാവിലെ ഒരു തോക്കുമായി വന്ന് അവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തണോ? പപ്പയൊന്നും ചെയ്യണ്ട. കുറച്ച് കള്ളും കുടിച്ച് കൈയും കെട്ടി അവിടെ ഇരുന്നോ. ഞാൻ ഫോൺ വയ്ക്കുക. ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഫോൺ വച്ചില്ല. മറുവശത്ത് നിന്ന് ശബ്ദമൊന്നുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു. നീ ഫോൺ വച്ചില്ലേടി? വെച്ചു. പിന്നെ നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അത് പപ്പ ഫോൺ വയ്ക്കാഞ്ഞിട്ടാ. ആ, എന്നാ ഞാനും വച്ചു. കുറേ സമയത്തേക്ക് മൗനം നീണ്ടു. ഒടുവിൽ അലീന വിളിച്ചു. പപ്പായേ. ആ, ഇത് കട്ടായില്ലായിരുന്നോ? ഇതെന്തൊരു ഫോണാ? കുന്തം. പപ്പ നാളെ ഇങ്ങോട്ട് വരുമോ? വരണോ? പിന്നെ വേണ്ടേ? ശരി, നോക്കാം. ഇപ്പം ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല, പപ്പയുടെ ഭാഗ്യം. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു പപ്പ. അവൾ ഫോൺ കട്ടാക്കിയിട്ട് എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കി ആശ്വാസത്തോടെ ചിരിച്ചു. ഒന്നും പേടിക്കണ്ട കേട്ടോ, നാളെ പപ്പ വരും. എൽസമ്മയ്ക്ക് അത് സ്വീകാര്യമാണോ അല്ലയോ എന്നൊന്നും അവളെ അലട്ടുന്നുണ്ടായിരുന്നില്ല. വ്യക്തമായ ലക്ഷ്യബോധത്തോടും ആത്മാർപ്പണത്തോടും കൂടി എന്തു ചെയ്താലും അലൗകികമായ ഒരു ശക്തിവിശേഷം ആ കർമ്മത്തെ പിന്തുണച്ച് ലക്ഷ്യത്തിലെത്തിക്കുമെന്നായിരുന്നു അവളുടെ വിശ്വാസവും അനുഭവവും. ബബിതയെ കൂടി വിളിച്ച് സംസാരിച്ചിട്ടാണ് അലീന ഉറങ്ങാൻ കിടന്നത്. എൽസമ്മയുടെ കട്ടിലിനരികെ ഒരു പഴയ സോഫ കം ബെഡ് ടെൽസയുടെ സഹായത്തോടെ കൊണ്ടുവന്നിട്ടു. അത് പഴയതായിരുന്നു. നിവർത്തിയിട്ടപ്പോൾ അതൊരു താൽക്കാലിക കിടക്കിയായി. അതിന്മേൽ അവളൊരു ഷീറ്റ് വിരിച്ചു. 2 മണിക്കൂർ ഇടവിട്ട് ഉണരേണ്ടിയിരുന്നതിനാൽ ഗാഢമായ ഒരു ഉറക്കം അവൾ ആഗ്രഹിച്ചില്ല. രാത്രി 1 മണിക്കുണർന്ന് എൽസമ്മയെ ഒന്നുകൂടി തിരിച്ചു കിടത്തിയ ശേഷം വീണ്ടും അവൾ കിടന്നു. മയക്കത്തിൽ കൺപോളകൾ അടഞ്ഞു വരുമ്പോഴേക്കും അലീനയുടെ സെൽഫോൺ ശബ്ദിച്ചു. അലീന ഞെട്ടി ഉണർന്ന് ഫോൺ എടുത്തു നോക്കി. ബബിതയാണ്. എന്താ മോളൂ? അലീന ആശങ്കപ്പെട്ട് ചോദിച്ചു. ചേച്ചി ഉറങ്ങിയായിരുന്നോ? ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. നീ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരണില്ല. അവളുടെ ശബ്ദത്തിൽ ഒരു നൈരാശ്യവും പേടിയുമുണ്ടെന്ന് അലീന തിരിച്ചറിഞ്ഞു. എന്തു പറ്റി? നിനക്ക് പേടിയാവുന്നുണ്ടോ? അയ്യേ, എന്തിനാ പേടിക്കുന്നേ? പപ്പയില്ലേ അവിടെ? ഔതക്കുട്ടിച്ചാനില്ലേ? എല്ലാവരും ഉറങ്ങി ചേച്ചി. ഞാൻ മാത്രം ഉറങ്ങാൻ പറ്റണില്ല. എനിക്ക് ഉറക്കെ കരണമെന്ന് തോന്നുമോ ചേച്ചി? ഞാൻ ഒറ്റയായതുപോലെ. ഒരു വിറയലുണ്ട് സ്വരത്തിൽ. നീ ഒറ്റക്കാണോടി? ഞാനില്ലേ കൂടെ? ഞാനിനി ഒരു ഭാരമല്ല ചേച്ചി. എന്നെ ഇനി ആർക്കെങ്കിലും വേണോ? ഞാൻ ഇല്ലാതായാലും ഒരു കുറവും വരില്ലല്ലോ ഒരിടത്തും. എന്നാര് പറഞ്ഞു? നീ ഇല്ലെങ്കിൽ എനിക്കൊരു അനുജത്തി കുറഞ്ഞു പോവില്ലേ? അവളുടെ സ്നേഹം എനിക്ക് കിട്ടാതെ പോവില്ലേ? അവളുടെ കളിയും ചിരിയും ഒന്നും എനിക്ക് കാണാൻ പറ്റാതാവൂലേ? എന്നാലും ഞാനങ്ങ് മരിച്ചു പോകുന്നതായിരുന്നു നല്ലത്, അല്ലേ? ആണോ? നീ തന്നെയല്ലേ പറഞ്ഞത് മരിച്ചു പോയിരുന്നെങ്കിൽ നമുക്കിതുപോലെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയുവാനോ സ്നേഹിക്കാനോ പറ്റാതെ പോകുമായിരുന്നെന്ന്. അത് ശരിയാ. എന്നാലും എല്ലാവരും ഓരോരോ വഴിക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ മാത്രം എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ. ഓ എൻ്റെ മോളെ, അതിനല്ലേ ഞാൻ നിന്റെ കൂടെ ഉള്ളത്. ചേച്ചിക്ക് ഞാനൊരു ഭാരമായിട്ട് വരും. എന്നെ വേണ്ടെന്ന് തോന്നും. എന്നാര് പറഞ്ഞു? ഞാനിപ്പോൾ നിന്നെ കൂടി ചേർത്താണ് ഓരോ പദ്ധതികൾ കണക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. നീ ഇല്ലെങ്കിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചേച്ചി ചുമ്മാ പറയുക. അല്ല മോളെ, സത്യം. എന്നാലും ആദ്യമൊക്കെ ചേച്ചിക്ക് എന്നോടല്ലായിരുന്നല്ലോ സ്നേഹം. കൃഷ്ണമോനോടായിരുന്നില്ലേ? പിന്നെ രോഹിയേട്ടനോടും എന്നോട് ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ.
പക്ഷേ ഇപ്പം ആരോടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട്. ആണല്ലോ. എന്നാ എൻ്റെ മടിയിലോട്ട് കിടക്ക്. കിടന്നോ? കണ്ണടയ്ക്ക്. കണ്ണടച്ചു. എൻ്റെ കയ്യിൽ മുറുകെ പിടിക്ക്. പിടിച്ചു. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുവാണേ. ചെറുന്നേയുള്ള ചിരി. ഒരു മയക്കം എൻ്റെ കൈവിരലിൻ്റെ തുമ്പത്തൂടി ഇറങ്ങി നിന്റെ കയ്യിൽ വന്ന് പതുക്കെ പിടിച്ച് കയറി. അരിച്ചരിച്ച് കൈത്തണ്ടേ കൂടെ കൺപോളിൽ വന്ന് കയറി. എന്നിട്ടൊരു പാട്ടുപാടി. ആ പാട്ട് എന്താണെന്നറിയോ? ഭൂമിയിലാരും അവകാശികളില്ലാതെ ഒരു തൊട്ടിലിൽ കിടന്ന് ഒരു കുഞ്ഞ് കരയണത് കേട്ട് സ്വർഗത്തിലിരുന്ന് മാലാകമാർ പാടിക്കൊടുക്കണ താരാട്ട്. ബബിതയുടെ ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ അലീന വിളിച്ചു, മോളൂ. മറുപടിയില്ല. വിളി ഒന്നുകൂടി ആവർത്തിച്ചു. അവൾ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന കോൾ കട്ട് ചെയ്തു. പകൽവേളകളിൽ എല്ലാം മറന്ന് ഒരോണത്തുമ്പിയെപ്പോലെ പാറി നടക്കുന്നുവെങ്കിലും ഒറ്റപ്പെടുമ്പോഴെല്ലാം കഴിഞ്ഞുപോയ ഭീകരാനുഭവങ്ങൾ അവളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾക്ക് സമാധാനം കൊടുക്കണേ. കണ്ണടച്ചുകൊണ്ട് അലീന പ്രാർത്ഥിച്ചു. രാവിലെ 7 മണിക്ക് ആംബുലൻസ് എത്തി. റീത്താമ്മയും ആങ്ങളമാരും അവരുടെ മക്കളും അലീന അതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ ബന്ധുക്കളും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അലീന അതൊന്നും ഗൗനിക്കാനേ പോയില്ല. അവൾ രാവിലെ എൽസമ്മയുടെ ദേഹം തുടച്ചു, വസ്ത്രം മാറ്റി, ബെഡ് ക്ലീൻ ചെയ്തു. എൽസമ്മയ്ക്ക് കുടിക്കാൻ ചൂടുള്ള ചായയും കൊടുത്ത് കിടത്തിയിരുന്നു. 7:30 മണിയോടെ ഏലിയാസും അച്ഛൻ കുഞ്ഞും റൗഡികളെ പോലെ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവർ എൽസമ്മയെ കട്ടിലോടെ തന്നെ പൊക്കിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി. സിറ്റൗട്ടിൽ നിന്ന് എടുത്തു കിടത്താൻ പാകത്തിൽ ആംബുലൻസ് തിരിച്ചിട്ടു. അപ്പോഴേക്കും ഒരു ജീപ്പ് വന്ന് ഗേറ്റ് പാതി കടന്നു നിന്നു. ആദ്യം ബബിത ജീപ്പിൽ നിന്നും ഇറങ്ങി. പിറകെ സ്റ്റാൻലിയും. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.